ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ ബസ്സുകൾ വന്നു പോകുന്ന ഒരു ഡിപ്പോയാണിത്. നൂറുകണക്കിന് ബസ്സുകൾ വരുന്നു. ഇവിടുത്തെ ജീവനക്കാർക്ക് കഴിക്കേണ്ട ക്യാൻറ്റീനാണ് 1 വർഷത്തിന് മേലെയായി അടഞ്ഞു കിടക്കുന്നു. ഇതിലൊരു നടപടിയുമില്ല. ഇവിടെ വന്നു നിൽക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മറ്റ് സംവിധാനങ്ങളില്ല. അതുപോലെ തന്നെയാണ് ശൗചാലയം. ഇതിലെ ശുചിമുറികൾ, ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ശുചിമുറികളും ഇവിടെയുണ്ട്. ഇവിടെ ഇതെന്താ ചേട്ടാ ഇതിൻ്റെ അവസ്ഥ? ഇങ്ങനെ ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല രീതിയിൽ എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് നേരിട്ടൊന്ന് കാണാം. അഴുക്ക് കിടന്നു. ഇവിടെ നമുക്ക് മണം കൊണ്ട് ഈ ഭാഗത്തേക്ക് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. യാത്രക്കാർക്ക് അസൗകര്യം വേണ്ട എന്ന് കരുതി മാത്രം നമ്മളിപ്പോൾ പുറത്തേക്ക് വരികയാണ്. അവിടെ ആളുകളുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ വളരെ മോശം സാഹചര്യത്തിലാണ് ഇതിൻ്റെ ശുചിമുറികളുള്ളത്. ഈ സൗകര്യമൊക്കെ എന്തെങ്കിലും ഉള്ളതാണ്? സൗകര്യം ഒരുവിധം സൗകര്യമുണ്ട്. അപ്പോൾ ചേട്ടൻ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ സൗകര്യക്കുറവല്ലേ? ചേട്ടന് മറ്റേ മോളുമായിട്ട് വൈഫുമായിട്ട് ശുചിമുറി പോയായിരുന്നു? ഇല്ല, പോയി. അപ്പോൾ പോകേണ്ട സൗകര്യം ഉണ്ടെന്ന് അവിടെ ഒന്ന് ചെന്ന് നോക്കാമോ? സൗകര്യമില്ല, കാരണം വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ മാലിന്യം ഇങ്ങനെ ഈ സ്റ്റാൻഡ് മൊത്തം ഒഴുകി നടക്കുവാണ്. അതാണ് ഈ യാത്രക്കാർ മൊത്തം ചവിട്ടി പോണം. നമുക്ക് ഒരു ഗ്ലാസ് ചായ ഇവിടെ നിന്ന് കുടിക്കണമെങ്കിൽ അത് നോക്കി നിന്നിട്ട് വേണം നമ്മൾ കുടിക്കാൻ. ഇത് ചായക്കടക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്കുടെ കച്ചവടം അവർ ചെയ്യണം. അല്ലാണ്ട് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ അവർ വന്ന് നോക്കി ഒരു പ്രാവശ്യം നോക്കിയിട്ട് അവരങ്ങ് പോകും. പിന്നെ അവർ കണ്ണടയ്ക്കാണ്. ഇവിടെ ഇല്ലാത്തൊരു വൃത്തികേടെന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഇവിടെ മൊത്തം വൃത്തികേട് തന്നെയാണ്. ഒരു ബാത്റൂമിന്റെ വാതിൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കയറാൻ പറ്റില്ല. അവസ്ഥ വളരെ മോശമായിട്ടാണ് ഈ സ്റ്റാൻഡ് നടന്നു പോണത്. ഇവിടെ നിയന്ത്രിക്കാനായിട്ട് ഒരു മനുഷ്യർ ഈ സ്റ്റാൻഡിലാണെന്ന് പറഞ്ഞവൻ ആരും ഇല്ല. അതാണ് സത്യം. വെള്ളക്കെട്ട് വരുമ്പോൾ വെള്ളമല്ല ഈ മാലിന്യ കുഴിയിൽ നിന്നാണ് വരുന്നത് അല്ലേ? ഈ വിസർജ്യങ്ങളുള്ള സ്ഥലത്ത് കുഴിയിൽ ഒഴുകുകയും ചെയ്യും. മൊത്തം ഇതിലെ ഈ സ്റ്റാൻഡ് മൊത്തം ഈ വെള്ളം ഒഴുകി ഇങ്ങനെ നടക്കുവാണ്. ഒരു കുഞ്ഞിന് ഇതിലെ നടക്കണേ. ആ രോഗം ബാധിച്ചിട്ടാണ് ഇതിലെ രോഗം ബാധിക്കണേന് രോഗത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഇവിടെ ഇതുപോലെ വൃത്തിഹീനമാണ്. എന്താ ചേച്ചി തോന്നുന്നു? അതെ അതെ, പറഞ്ഞതെല്ലാം അത്രയും സത്യമാണ്. വളരെ മോശം സാഹചര്യം. അതെ അതെ, ഇത് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടെ. ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ചില സമയത്ത് പൊട്ടണ കുപ്പിച്ചില്ലും അതും ഇതൊക്കെ കിടക്കണതാണ്. അതിന്റെ പുറത്തു കൂടി വേണം ജനങ്ങൾക്ക് നടക്കാനായിട്ട്. എത്ര പേര് അവിടെ വീഴുന്നുണ്ടെന്നറിയാമോ ആ ബസ് കയറുന്ന ഭാഗത്ത്?